കൂട്ടുകാരെ ഇതേ നമ്മുടെ ലൂസ് ബോട്ടമാണ്, സ്ട്രൈറ്റ് പാൻറ് ലൂസ് ബോട്ടം എന്നൊക്കെ പറയില്ലേ. അപ്പം എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ കണ്ടോ, നമുക്ക് ഈ ഒരു ക്രോച്ചേരിയുടെ ഇറക്കം 13.5 മതി, 13.5 മതി. പക്ഷേ ഇത് ഒരുപാട് കൂടുതലാണ്. അപ്പം ഒരുപാട് ആലോചിച്ചപ്പോൾ എനിക്കൊരു ബുദ്ധി തോന്നിയത് ഞാനത് ചെയ്യാലാന്ന് കരുതിയാണ്. അപ്പം എനിക്ക് 13 മതി എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് 13.5 മതി. ഇലാസ്റ്റിക്കിൻ്റെ അവിടെ നമുക്ക് 13.5 മതി. പക്ഷേ എനിക്ക് എത്ര ഉണ്ടെന്ന് നോക്കിക്കേ, ഇത് ക്രോച്ചേരിയുടെ അവിടെ വന്നപ്പോൾ എനിക്ക് 16.5 ഉണ്ട്. കണ്ടോ, 16.5 ഉണ്ട്. അപ്പം ഇതിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. നമുക്ക് കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വെക്കാൻ പറ്റില്ല. നടക്കുമ്പോൾ കാലെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര പ്രശ്നം ഒരുക്കുള്ളൂ. അപ്പോൾ ഏതാണ്ടും 3.5 ഇഞ്ച് കൂടുതലുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തലക്കി ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി എടുക്കണം. നമ്മുടെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, കളയണ്ടല്ലോ. അത് ഞാനതൊന്ന് ഓപ്പൺ ആക്കി എടുക്കട്ടെ. അപ്പം കൂട്ടുകാരെ, ഞാൻ ഇത് നല്ല ശരിക്കും അഴിച്ചൊക്കെ എടുത്ത് എല്ലാ വശവും തേച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, തേച്ചും അഴിച്ചും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് ഇതുപോലെ തന്നെ നമ്മൾ മടക്കി ഇടുക. അതായത് 4 പീസായിട്ട്, നമ്മുടെ 4 പീസായിട്ട് തന്നെ നമുക്കിത് കിട്ടി. കണ്ട, 1 2 3 4 പീസായിട്ട് കിട്ടി. അടിഭാഗവും ഈ ക്രോച്ചേരി ഒപ്പം വന്ന് മുകളിൽ വരുമ്പോൾ നമ്മൾ ബാക്ക് പീസ് ഒരു 2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, സൈഡ് മാത്രം. ഇനി ഞാനൊരു കാര്യം കൂടി പറയണത്, നിങ്ങളിത് ഇട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ടൈറ്റ് ഇല്ല, ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് കൂടുതലുള്ളത് മാത്രം ഈ വക പണി ചെയ്യാൻ പാടുള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ ഇത് തയ്ച്ച് കഴിഞ്ഞ സാധനമാണ്. നമ്മൾ തയ്ച്ചപ്പോൾ പറ്റിയൊരു മിസ്റ്റേക്ക് നമ്മളൊന്ന് ക്ലിയർ ചെയ്തെടുക്കണമെന്നല്ല. അത് തുണി അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ അതായത് നമ്മുടെ മോളിൽ നിന്ന് താഴെ വരേക്ക് നമുക്ക് കറക്റ്റ് അളവിന് കിട്ടും. കിട്ടിയതിന് ശേഷം നമുക്ക് ക്രോച്ചേരിയുടെ ഭാഗം വരുമ്പോൾ നമുക്ക് ആ 2 ഇഞ്ചൊന്നും എടുക്കാനില്ല എങ്കിൽ, അതായത് ഇവിടെ വരുമ്പോൾ നമ്മൾ ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് ഇതുപോലെ വരച്ചു കൊടുക്കണുണ്ടല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യണ മെത്തേഡും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് ഒരു തുണി എടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ ഈ പീസെല്ലാം കൂടെ 4 പീസെല്ലാം കൂടെ ഒന്നിച്ച് ഇതുപോലെ വെച്ചിട്ടോ. വെച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം കണ്ടോ. അപ്പം ഞാൻ ഇതുപോലെ തന്നെ ഇലാസ്റ്റിക്കിൻ്റെ ആ ഭാഗത്തു നിന്ന് മോളിൽ നിന്ന് പിടിച്ചേക്കണം. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ വശത്താണ് ഞാൻ പിടിച്ചേക്കണത്. ബാക്ക് പീസിൽ നമുക്ക് കൂടുതലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലിട്ടുള്ള കട്ട് ചെയ്തേക്കണത് പിടുത്തം വരാതിരിക്കുക. എന്നിട്ട് ഈ ഫ്രണ്ട് പീസിൽ നിന്ന് നമ്മളിത് ഇതുപോലെ ഒരു 13.5 ഇഞ്ചിന് വരക്കണം. കണ്ടോ, 13.5 ഇഞ്ചിന് ഇതുപോലെ ഒന്ന് വരച്ചതിന് ശേഷം അതുപോലെ തന്നെ സൈഡിലോട്ട് നീക്കിയിട്ട് ഈ 13.5 ഇഞ്ച് ഒന്ന് പിടിക്കുക. കണ്ട, അതിനുശേഷം ഇതൊന്ന് വരച്ചെടുക്കണം. വരച്ചപ്പോൾ ഇവിടെ ഒരു ചെറിയ 4 ഇഞ്ച് കുറവ് വന്നിട്ടാ വരച്ചെടുത്ത്. ഇനി നമ്മുടെ തൊടവണ്ണം ഉണ്ടല്ലോ, സീറ്റിൻ്റെ താഴെയുള്ള ആ തൊടവണ്ണത്തിൻ്റെ വണ്ണം കൊടുക്കുക, കറക്റ്റ് വണ്ണം കൊടുക്കുക. കറക്റ്റ് വണ്ണത്തിൻ്റെ കൂടി ഒരു 1 ഇഞ്ച് കൂട്ടിയാലും നമുക്ക് പ്രശ്നമില്ല. അപ്പം എനിക്കും 23 തൊടവണ്ണം. അവിടെ നിന്ന് 23ൻ്റെ പകുതി എന്ന് വരുമ്പോൾ എത്ര വരും? 23ൻ്റെ പകുതി. 23ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുമോ? 11.25 കിട്ടും. അപ്പോൾ നമ്മളത് ഇവിടെ ഒന്ന് പിടിക്കുക. തയ്യൽ തുമ്പലാണ് കേട്ടോ ഞാൻ പിടിച്ചേക്കണത്. നമ്മൾ തയ്ച്ച് വെച്ചേക്കണ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് ഞാൻ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞിട്ട് എനിക്കിത് കണ്ടോ കറക്റ്റ് ഉണ്ട്. ഞാൻ ഇച്ചിരി ലൂസ് ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇതാണ് എൻ്റെ ആ ഒരു തയ്യൽ തുമ്പ്. കണ്ട, കറക്റ്റ് അളവെടുത്താലും നമുക്ക് പ്രശ്നമില്ല. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ എന്തായാലും 1 ഇഞ്ചും കൂടെ ഒന്ന് ഇങ്ങോട്ട് നീക്കിയിടുന്നുണ്ട് ഇട്ട്. അപ്പോൾ എനിക്ക് അതായത് എവിടെയാണ് നമ്മുടെ ഇലാസ്റ്റിക് വരാൻ പൊക്കിളിൻ്റെ അവിടെ നിന്ന്, ഞാൻ പൊക്കിളിൻ്റെ അവിടെയാണ് ഇലാസ്റ്റിക് ആവശ്യം വരണത്. അവിടെ നിന്ന് ക്രോച്ച് ഏരിയ വരെയുള്ള ഭാഗം എനിക്ക് 13.5 കേട്ടോ. അപ്പം ഞാനത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യണതെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോട്ടോ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു 4 പീസ് ഉണ്ടല്ലോ, എല്ലാം കറക്റ്റിന് ഇരിക്കണം. കണ്ടോ, കറക്റ്റിന് വെക്കുക. ഇതിപ്പോൾ തയ്ച്ച കഴിഞ്ഞ പീസായത് കൊണ്ടാണ് ബുദ്ധിമുട്ട്. തയ്ക്കാത്ത പീസാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലല്ലോ. അതിന് ഇത് 4 ഞാൻ ഇതുപോലെ ഒപ്പം വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ നിന്ന് മോളിൽ നിന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണേണ്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടോ, ഇവിടെ നിന്ന് തന്നെ ഞാൻ ഇതൊന്ന് താഴേക്ക് വരച്ചെടുക്കുകയാണ് കേട്ടോ. ഈ 4 പീസ് ഒന്നിച്ച് കൂട്ടിയിട്ട് താഴേക്ക് വരച്ചെടുക്കണത്. ഞാൻ ഇത്ര കറക്റ്റായിട്ട് വരക്കാൻ കാരണം എനിക്ക് ഈ ഒരു ഭാഗമൊക്കെ നല്ല ലൂസ് തന്നെയാണ്. ഞാൻ ലൂസിൽ തന്നെയാണ് വെട്ടിയാക്കണത്. ഞാനൊന്നും പറ്റയ്ക്ക് വെട്ടാറില്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ വെട്ടിയാക്കണത്. അപ്പോൾ ഈ ഒരു ഭാഗം
നമുക്ക് ഓർമ്മ ഉണ്ടാകണം. അപ്പം ഓർമ്മ ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഒന്ന് ചരിച്ചു കൊണ്ടുവന്നിട്ടാണ് വരക്കണം കേട്ടോ. ഇവിടെ നമുക്കൊന്നും ചെയ്യണ്ട. ഞാൻ ഇനി ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റണേ. അപ്പം ഈ 4 പീസും നമ്മൾ ഒപ്പം ഉണ്ടാന്ന് നോക്കിയതിന് ശേഷം ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും, അത് ശരിയാണ്, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടത് കേട്ടാ. അപ്പോൾ അതെ എടുത്തിട്ട് ഇതിപ്പോൾ പീസ് നേരെയാണ്. എന്തുകൊണ്ടും എനിക്ക് ഈ പീസ് ധാരാളം കൂടുതലാണ്. ഈ ഇടം ഞാൻ ആ ഇടം കളയാതെ തന്നെ വെച്ചേക്കാണ് കേട്ടോ. അപ്പം എനിക്ക് പ്രശ്നങ്ങൾ വന്നില്ല. ഇടം ധാരാളം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാവൂ. അപ്പം ഞാൻ ഈ ഒരു ഭാഗം ഇവിടെ എല്ലായിടത്തും ആ അളവിൽ തന്നെ ഒന്ന് വരച്ചു വെക്കണ്ട കേട്ടോ. അത് കാരണം അകഭാഗത്തേക്ക് വരച്ചു വെക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് അകമായാലും പുറമായാലും ഒന്ന് വരച്ചു വെക്കുക. ഇതാണ് നമ്മുടെ ക്രോച്ച് ഏരിയയുടെ ഒരു ഭാഗമാണ് ഞാൻ ഈ വരച്ച് വെക്കണത് കേട്ടോ. അത് ഓർമ്മ നിങ്ങൾക്കും വേണം, എനിക്കും ഉണ്ടേ. ഇനി എന്താണ് ചെയ്യണമെന്നല്ലേ, ഇനി ഈ പീസ് നമുക്ക് മാറ്റി വെച്ചിട്ട്, അപ്പോൾ ഇതേ കളറിലെ പീസ് ഉണ്ടായത് ഞാനെടുത്ത് കത്തിച്ച് മുണ്ടണ്ട, നല്ല വീതി പോരാണ്ട് വരും. അപ്പോൾ ഒരു മെറൂണാണ്, തുണിക്കും വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്കത് എടുക്കാം. അപ്പോൾ ഇതേ കൂട്ടുകാരെ ഞാൻ ഇങ്ങനെ ഒരു 4 പീസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ വെട്ടണതിൻ്റെ പീസ് തന്നെയാണ് ഇത്, കണ്ട. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. കണ്ടോ, ഞാനപ്പം ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ 2 പീസ് വരെ വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട്. കട്ടി ഇച്ചിരി ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ, അതിന് കട്ടി കിട്ടൂല. അപ്പോൾ നമുക്കത് 2 പീസ് മതി കേട്ടോ. അപ്പോൾ ഇത് ഈ 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. വീതി ഒരേപോലെയുള്ള 2 പീസ് നമുക്ക് എടുക്കാം. എടുത്തില്ലേ, കണ്ടോ. എന്നിട്ട് നമുക്കിതിലിങ്ങനെ മടക്കിയിടാം. മടക്കിയിട്ടതിന് ശേഷം ഇത് ഇങ്ങനെ ഒരു കണ്ട നമ്മുടെ ക്രോച്ചേരിയുടെ ഭാഗം നമുക്ക് എത്രയാണ് വേണ്ടത്. ഞാൻ എടുക്കണ 2.5 ഇഞ്ചാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി വേണം. അപ്പം ഞാനൊരു 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഞാൻ ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. കണ്ട ആ 3 ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്യും. എനിക്ക് ക്രോച്ചേരിയുടെ അവിടെ നമ്മൾ വണ്ണത്തിൻ്റെ അവിടുത്തെ ക്രോച്ചേരിയൊക്കെ എടുക്കണ ആ ഒരു ഭാഗം 2.5 ഇഞ്ച് 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ മതി. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ കണ്ട കട്ട് ചെയ്തെടുക്കണുണ്ട്. അപ്പോൾ ഈ 3 ഇഞ്ച് അപ്പം ഞാൻ ഇവിടെയും കൂടി ഒരു ഇച്ചിരിയും കൂടി വീതി കൂട്ടണുണ്ട് കേട്ടോ. വീതി വേണ്ട, ഇത് ധാരാളമാണ്. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കണുണ്ടേ. കണ്ട ക്രോസായിട്ട് തന്നെ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ക്രോസായിട്ട് കട്ട് ചെയ്ത് ഈ ഒരു ഭാഗം നമുക്ക് നല്ലോണം വലിയും. കണ്ടോ, ഇത് വലിയൂല, അങ്ങനെയാണ്. അപ്പം ഇത് പല കാര്യം ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വലിക്കുമ്പോൾ ക്രോസ് കിട്ടുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കണത് അല്ലേ. അപ്പം എങ്ങനെയാണ് വെക്കണേന്നല്ലേ, വലിക്കുമ്പോൾ ക്രോസ് കിട്ടുന്ന ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഈ മൂല വന്ന ഭാഗം. അപ്പം നമ്മൾ ഈ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് വശമാണ് ഇപ്പോൾ ഈ 2 ഞാൻ എടുത്തേക്കണത്. കണ്ടോ, അപ്പോൾ ഈ ഫ്രണ്ട് വശം നമ്മൾ 2ഉം കൂടി ഇങ്ങനെ കൂട്ടി അടിച്ച് വരണ സമയത്ത് കണ്ടോ, നമ്മളിവിടെ ഈ വരച്ചേക്കണ സംഭവത്തിലേക്ക് ഇത് കറക്റ്റ് വെച്ച് കൊടുക്കുക. ഈ ഒരു ഭാഗം കറക്റ്റ് വെച്ച് കൊടുക്കണം. കണ്ടോ, ഇതിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ എത്രത്തോളം നമുക്ക് നീങ്ങിക്കിട്ടും. വലിക്കരുത്, ക്രോസ് പോലെയാണ് നിൽക്കുന്നത്. കണ്ട, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ അടിച്ചു വന്ന നേരത്ത് ഇത് അടിച്ചു കൊടുക്കണം. ഇങ്ങനെ അടിച്ചു വന്ന നേരത്ത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഇതൊന്ന് കയറ്റി അടിച്ചു കൊടുക്കണം. അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നമുക്ക് ഈ ഒരു ഭാഗം പിടിക്കണ്ടേ, അടുത്ത ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കണം. കണ്ടോ, പിടിച്ചു കഴിഞ്ഞിട്ട് അടിയുടെ അവിടെ നിന്ന് വീണ്ടും നൂല് പൊട്ടിച്ചിട്ട് വീണ്ടും അടിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു പീസ് ഇതുപോലെ കിട്ടും. കണ്ടോ, ആവശ്യത്തിന് കിട്ടും. ഒന്ന് പിടിപ്പിക്കുക. ക്രോച്ചേരിയുടെ ഭാഗത്ത് നമ്മൾ എങ്ങനെയാണ് പിടിപ്പിക്കണേന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ബാക്കാണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും അതുപോലെ ഏത് വശമാണെങ്കിലും ആ 2 വശത്തിൻ്റെ ക്രോച്ചേരിയ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് നമുക്കൊന്ന് അടിച്ചു തുടങ്ങാം കേട്ടോ. അപ്പം ഞാൻ ഇലാസ്റ്റിക്കിൻ്റെ അവിടെ ഇത് ഓൾറെഡി ഇതിൻ്റെ പരിപാടി കഴിഞ്ഞതാണല്ലോ, അപ്പോഴാണ് ക്രോച്ചേരി അവിടെ ഇറങ്ങിപ്പോയി. 13 വരെ എന്നുള്ളത് 16 അരോളം വന്നിട്ടാ. എന്നിട്ട് നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു തുടങ്ങണം. അതായത് ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ അടിച്ചു തുടങ്ങിയാണ്.
ഇതിപ്പോൾ ഞാൻ അഴിച്ച് റിപ്പയർ ചെയ്യണോണ്ടാണ് ഇങ്ങനെ വന്നത്. അതല്ല നിങ്ങൾക്ക് തുണി കുറേ തുണിയുണ്ട് ക്രോച്ചേരിയുടെ ഭാഗത്ത് ആ 2 ഇഞ്ച് എടുക്കാനില്ലെങ്കിലും ഈ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു പിടുത്തൂലാണ്ട് അത്യാവശ്യം നല്ല ലൂസിൽ തന്നെ കിട്ടും. എനിക്കെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ സീറ്റ് ഭാഗത്തൊക്കെ ഇഷ്ടം വരെ ലൂസാണ് ഇഷ്ടം. അപ്പം നൂല് പൊട്ടിപ്പോയി. ഞാനിപ്പോൾ കുറച്ച് സ്റ്റിച്ചുള്ള ഭാഗത്തു നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. എന്തുകൊണ്ട് നൂല് പൊട്ടിപ്പോയി. കെട്ടിട്ട് തന്നെ തുടങ്ങാം. തുടങ്ങിയിട്ട് നമ്മുടെ കൂടുതലുള്ള ഭാഗമൊക്കെ മുറിച്ച് കളയാം. അപ്പം നമ്മളിവിടെ ഒരു അടയാളം കൊടുത്തിട്ടില്ലേ പേന വെച്ച്, ആ അടയാളത്തിൻ്റെ അവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാകും. അപ്പം നമ്മളിവിടെ ആ ക്രോച്ചേരിയുടെ 13ലേക്ക് ഒരു അടയാളം കൊടുത്തിട്ടുണ്ട്. അവിടെ വരെ നമ്മൾ അടിക്കണ്ട കേട്ടോ. ആ ഒരു ഭാഗത്തേക്ക് അടി മാറ്റരുത്. കുറച്ചും കൂടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തിയേക്കാണ്. നമ്മൾ അടയാളം കൊടുത്തൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമ്മൾ ഞാൻ ഇതിൻ്റെ വെട്ട് കഷ്ണം കളഞ്ഞെന്ന് അവനെ കളയാത്തതാണ്, കളഞ്ഞു. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു മൂല കണ്ട, ഈ മൂല മുകളിൽ വരണം, ഈ ഒരു മൂല മുകളിൽ വരണം. ഈ പരന്ന ഭാഗം നമുക്ക് ക്രോച്ചേരിയുടെ അവിടെ വരാനുള്ളതാണ്. ഇങ്ങനെ വലിയും കണ്ടോ, സൂക്ഷിച്ചടിക്കണം. അണ്ട് ആ പരന്ന ഭാഗം നമ്മൾ വരച്ചടയാളപ്പെടുത്തിയേക്കണില്ലേ അവിടേക്ക് വെക്കുക. വെച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പം അതെ കണ്ടോ, ഒരു പീസ് മുകളിലത്തെ പീസും കൊണ്ട് നീക്കിയിടുക. നീക്കിയിട്ടതിന് ശേഷം നമ്മൾ ഇവിടെ താഴത്തേക്ക് ക്രോച്ചേരിയുടെ ഭാഗത്തേക്ക് വരച്ചിട്ടുണ്ട്. ആ വരച്ച അവിടെ നിന്ന് പരന്ന വശം, അതായത് ഒരു പരന്ന വശം ഉണ്ടല്ലോ, ആ വശം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തുക. കണ്ട, ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പീസ് കൊണ്ടുവന്ന് വെക്കണം. അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പീസ് കൊണ്ടുവന്നിട്ട് കണ്ട, കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തിയതിന് ശേഷം ഈ പ്രഷർ ഒന്ന് പൊക്കിയിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങോട്ട് നീക്കി കൊടുക്കുകയാണ്. കണ്ട, നീക്കിയിട്ട് ബാലൻസ് ഭാഗത്തോട്ട്, അതായത് ഒരു വശത്തോട്ടും പിന്നെ വലിക്കാത്ത ആ ക്രോസ് പീസ് വലിച്ചു കഴിഞ്ഞാൽ വലിയും. ഇങ്ങനെ അടിച്ചു കൊണ്ടുവരാം. കണ്ട, അടിച്ചിവിടെ കൊണ്ടുവന്നു. എന്നിട്ട് നിങ്ങളിത് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക. അവിടെ ഒരു 2 സ്റ്റിച്ച് കൊടുത്തോട്ടാ, 2 സ്റ്റിച്ച് കൊടുക്കണം അവിടെ. അപ്പോൾ ഒന്നും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ആ തുടങ്ങിയ എൻ്റെ നിന്ന് തന്നെ ഒന്ന് കൂടി അടിച്ച് ലോക്കിട്ട് എടുക്കണേ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം അടിക്കാനുള്ള കണ്ട, ഈ ഒരു ഭാഗം അത് ഇതിലേക്ക് അടിച്ചെടുക്കുക. നാളെ ഇച്ചിരി പൊടിക്കുന്ന മുകളിൽ നിന്ന് തന്നെ കൊണ്ടുവരാം. അത് ഈ എഞ്ച് വരുമ്പോൾ കണ്ടോ, ഇങ്ങനെ പിടിച്ചിട്ട് ഈ താഴത്തെ ഭാഗം ഇതുപോലെ ഇങ്ങനെ നീക്കി ഉള്ളിലോട്ട് നീക്കി വെക്കുക. താഴത്തെ ഭാഗം ഉള്ളിലോട്ട് നീക്കാതെ മടി കൊള്ളാണ്ട് നീക്കി വെച്ചതിന് ശേഷം ഇത് വീണ്ടും നമ്മൾക്ക് ഈ 2 ഭാഗവും കൂടെ, അതായത് നമ്മൾ ക്രോസ് പീസ് വെട്ടിയെടുത്തതും നമ്മുടെ ഇതിൻ്റെ പീസും കൂടി നമ്മൾ വീണ്ടും അടിച്ചു തുടങ്ങും. അടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും ഒന്നും കൂടി അടിക്കുക. 2 അടി അവിടെ വേണം, ശ്രദ്ധിക്കണം. 2 അടി തന്നെ വേണം. ആ ഒരു ഭാഗം നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് കിട്ടുന്നൊരു ഭാഗമാണ് നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ കണ്ടോ. അപ്പം നമുക്കിത് ഇത്രയും ഭാഗം ഇതുപോലെ കിട്ടി. കണ്ട, നോക്കിയേ, മനസ്സിലായില്ലേ? നമ്മുടെ ആ ക്രോച്ചേരിയയിൽ വന്ന ഒരിത് നമുക്കിവിടെ കിട്ടി. കണ്ടോ, നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അടുത്ത പീസും, അതായത് ഇപ്പം നമ്മൾ ഏത് വശത്താണ് വെച്ചാൽ അതിൻ്റെ വശത്തോട്ടും ഇതുപോലെ തന്നെ അടിക്കണം. അപ്പം അടി നിങ്ങൾക്ക് മനസ്സിലാവട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പം ഞാൻ ആദ്യം വെച്ചത് ഫ്രണ്ടിലായിരുന്നു, ഇനി ഞാൻ ബാക്കിലോട്ടും ഈ ഒരു പീസ് വെക്കണേണ്ട. ഇങ്ങനെ തന്നെ നമ്മളവിടെ ഒരു മഷീട്ട് അടയാളം അപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ കൂട്ടുകാരെ ഇതേ കണ്ടോ, നമ്മുടെ ക്രോച്ച് ഏരിയ കൂടുതലായിരുന്നു, അത് കുറച്ച് 16.5 എന്നുള്ളത് കറക്റ്റ് ഞാൻ 13.5ക്ക് ആക്കി എടുത്തപ്പോൾ ഞാൻ വേറൊരു പീസും കൂടി കൂട്ടേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല. അതിന് എൻ്റെ ഈ ഒരു പീസ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ കളയാത്തതാണ്, പക്ഷെ എന്തോ കളഞ്ഞ്. അപ്പം ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ.
അപ്പം അടിക്കണൊക്കെ ഞാൻ ഇട്ടപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം എടുത്തുകൊണ്ട് വരൂ. നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പം അടിഭാഗമല്ലേ, അത് കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു കളറില്ല നേരത്തെട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്കിടാനല്ലേ. അപ്പം നമുക്കിടാനുള്ള സാധനം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് കുറച്ചെടുക്കാം. ഇനി മുകളിൽ നിന്ന് പിടിക്കുമ്പോൾ എത്ര ഉണ്ടെന്നും കൂടി നോക്കിക്കോ. കണ്ട 13 വരെ നമുക്ക് കറക്റ്റ് കിട്ടി. കണ്ട ഓക്കെ അല്ലേ? നിങ്ങൾ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ ആണേ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അടിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.